ആയിരക്കണക്കിന് നിക്ഷേപകരിൽ നിന്ന് 300 കോടിയോളം രൂപ തട്ടിയെടുത്ത് ഒളിവിൽ പോയ പുല്ലാട് ജി ഫൈനാൻസേഴ്സിനെതിരെ പ്രതിഷേധം മുറുകുന്നു. ഉടമകളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെയും പുല്ലാട് പൗരസമിതിയുടെയും നേതൃത്വത്തിൽ പുല്ലാട് ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം നടന്നു. പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് ഭരണാധികാരികളും കൂട്ടുനിൽക്കുന്നതിന്റെ ഉദാഹരണമാണ് ജി ഫിനാൻസ് തട്ടിപ്പിൽ കാണുന്നതെന്ന് പി.സി. ജോർജ് പറഞ്ഞു. എന്റെ നാട്ടിൽ 9 പേരെ കാശ് കിട്ടാറുണ്ടായി. ഞാൻ പല പ്രാവശ്യം വിളിച്ച് നല്ല വാക്ക് പറഞ്ഞു, തന്നില്ല. ഞാൻ പോയി പിടിച്ചോണ്ടേക്ക് പോകുന്നു, കുഴപ്പമില്ല. പോലീസുകാരൊന്നും ഞാൻ തരികയില്ലെന്ന് പറഞ്ഞു. മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്, ഞാൻ തരികയില്ല. എൻ്റെ പിള്ളേരുടെ കാശ് കൊടുത്തവരെ വിട്ടേക്കാവുമോ? ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ മര്യാദയ്ക്ക് ഈരാറ്റുപേട്ട വന്ന് കാശും തന്നു. എൻ്റെ വീട്ടിൽ മുറ്റത്ത് വന്ന് കാശും തന്ന് ഞാൻ കൊണ്ടുവന്നവരെ മേടിച്ചോണ്ട് പോയി. ആ നിലയിലേക്ക് തൻ്റെ ഇടം നിങ്ങൾ കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, ഇത് നന്നാകണം. മേലിൽ പാവപ്പെട്ട സാധാരണക്കാരായ ഞങ്ങളുടെ പണം ഒരുത്തൻ കക്കാൻ കഴിയാത്ത രീതിയിൽ ആത്മാർത്ഥമായി അവരെ ശിക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നിങ്ങൾ നീങ്ങണം. പോലീസ്, ഇവിടുത്തെ കോയിപ്പുറം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ഞാൻ കുറ്റണം. അദ്ദേഹത്തിന് കൈവരിക്കുന്ന സാധനം ഞങ്ങളുടെ കാശ് ഇവിടുത്തെ മുടക്കിയതാണെന്ന് പറയണം. ആ സ്ഥാപനങ്ങൾ കയ്യേറാനുള്ള ഒരു മര്യാദയും വേണ്ട നിങ്ങൾക്ക്. തൻ്റെ ഇടമായി അവൻ്റെ കയ്യിലിരുന്ന സാധനം കയ്യേറാൻ ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ സംഘടിച്ച് മുന്നോട്ട് പോകണം. കുറേ നാൾ മുമ്പ് പോലീസ് കസ്റ്റഡിയിലായി. 3 പേര് പോലീസ് കസ്റ്റഡിയിലായി. അയാളുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അയാൾ കോടതിയിൽ നിന്ന് 9 മാസത്തിന് ശേഷം അവിടെ ജാമ്യം എടുത്തത്. ജാമ്യം എടുത്തപ്പോൾ അയാൾ കോടതി കൊടുത്ത ഉറപ്പെന്താ? മുഴുവൻ ആളുകൾക്കും വസ്തു വിറ്റ് പണം കൊടുത്തുകൊള്ളാം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ജാമ്യം എടുത്ത് പുറത്തു വന്നത്. ഒരാൾക്ക് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അതാണ് രസം. ഇവനെ അനിയനിത് പൊട്ടിച്ചത് മുഴുവൻ ലാഭകരമാക്കിയെന്ന് മനസ്സിലായപ്പോൾ ചേട്ടൻ ബാവായി ഇറങ്ങി. ഇത് നല്ല പണിയാണല്ലോ, ആയാലും പൊട്ടിച്ചോണ്ട് സ്ഥലം വിട്ടിരിക്കുക. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, 20 വർഷക്കാലം ഒരു സാമ്പത്തിക സ്ഥാപനം ഈ മേഖലയിൽ യാതൊരു ലൈസൻസും ഇല്ലാതെ നടന്നു എന്ന് പറഞ്ഞാൽ 76 വയസ്സുള്ള ഞാൻ പറയും 90% അയാൾ കാണിച്ച മുഴുവൻ ഇതാണ്. 76 വയസ്സുള്ള ആളായി പറയുന്നത്, മനസ്സിലായോ? അതായത് ഹൈന്ദവ ദൈവാലയം കൊള്ളയടിച്ച് പണക്കാരനാകാൻ നോക്കിയ ആളാണ് ഈ വൃത്തികേടിന് മുഴുവൻ ഉത്തരവാദിയായാണ്. എങ്ങനെ രക്ഷപ്പെടാൻ? NSSന്റെ പുറത്താക്കി വിളിക്കൊന്നും വേണം നിങ്ങൾ. NSS പുറത്തേക്ക് മടിച്ചാൽ ഈ കള്ളന്മാരെ കൂട്ടാറില്ല. ആ നിലയിലുള്ള വിഭാഗമായി അവരെ സഹായിക്കാൻ ഞാൻ എല്ലാവരും ഒന്നും പേര് പറയുന്നില്ല. ഇപ്പോ കേരളത്തിലൊരു പ്രത്യേകത, ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നുമില്ല, എല്ലാ കത്തുന്നവരെല്ലാം ഒരുമിച്ച. ഈ നിധി ലിമിറ്റഡുകാരൻ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്? CPM മാത്രമാണോ? CPMന്റെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞില്ലേ, എന്നോട് ചോദിച്ചാണ് ഡെപ്പോസിറ്റ് കിട്ടുന്നത്. ഇവിടുത്തെ ADGPയും റിട്ടയർ SP-യും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പി.സി. ജോർജ് ആരോപിച്ചു. ഇവിടെ ജനകീയ വികാരമാണ് ഉയരേണ്ടത്, അദ്ദേഹം പറഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് സിനു S. പണിക്കർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് അയിരൂർ, ജനകീയ സമരസമിതി ഭാരവാഹികളായ എബി തോമസ്, സജി കുഴവോമണ്ണിൽ, അനിൽകുമാർ, ഫാദർ ഈപ്പൻ വർഗീസ്, KN രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കോടികളുടെ നിക്ഷേപം സമാഹരിച്ച ശേഷം മുങ്ങിയ പുല്ലാട് ജി ഫൈനാൻസ് ഉടമകൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെള്ളിയൂർ ശ്രീരാമസദനം D. ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു G. നായർ, മകൻ ഗോവിന്ദ് G. നായർ എന്നിവർക്കെതിരെയാണ് വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. തട്ടിപ്പിൽ പങ്കാളിയാണെന്ന് കരുതുന്ന ഗോവിന്ദിന്റെ ഭാര്യ ലക്ഷ്മി രേഖ G. കുമാർ 1.5 വർഷത്തോളമായി വിദേശത്താണ്. ഇവരെയും നാട്ടിലെത്തിക്കാനുള്ള നീക്കം തുടങ്ങി. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി സിന്ധു G. നായർ ഹൈക്കോടതിയെ സമീപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷനുകളിലായി 100ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിശ്വാസവഞ്ചന, ചതി, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾക്ക് പുറമെ ബഡ്സ് ആക്ടും ചുമത്തിയ സാഹചര്യത്തിൽ ഇവരുടെ ബിനാമി സ്വത്തുക്കൾ കണ്ടെത്തുന്നതിനായി രജിസ്ട്രേഷൻ IG-ക്ക് പോലീസ് കത്തു നൽകി.
40ഓളം ബ്രാഞ്ചുകളിലെ 2000ഓളം നിക്ഷേപകരിൽ നിന്നായി 100 കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ 300 മുതൽ 600 കോടി വരെയാണ് ഇവർ സമാഹരിച്ചതെന്ന് നിക്ഷേപകരും പറയുന്നു. പത്തനംതിട്ട ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് 100ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടുന്ന കോയിപ്രം സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ നായരും അനുജനും NSS തിരുവല്ല താലൂക്ക് യൂണിയന്റെ മുൻ പ്രസിഡന്റും കോയിപ്രം പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ D. അനിൽകുമാറും ചേർന്ന് PRD ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു. ഇതിൽ ചിട്ടിക്കമ്പനി, PRD നിധി, PRD മിനി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ PRD നിധി എന്നിവയുമായി പിന്നീട് ഗോപാലകൃഷ്ണൻ നായർ സ്വന്തം നിലയിലേക്ക് മാറി. മകൻ ഗോവിന്ദനെയും ചേർത്ത് G&G എന്ന പേരിൽ പുതിയ മുഖം സ്വീകരിച്ചു. സ്വർണ്ണപ്പണയം, ചിട്ടി, സ്ഥിര നിക്ഷേപം സ്വീകരിക്കൽ എന്നിങ്ങനെ പലതായി സ്ഥാപനം വികസിച്ചു. ഇതിനിടെ അനുജൻ അനിൽകുമാറിന്റെ PRD ഫൈനാൻസ് പൊട്ടി. ഇയാൾ കുടുംബസമേതം മുങ്ങി. 400 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് അനിൽകുമാർ നടത്തിയത്. നിക്ഷേപകരുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അനിൽകുമാറും കുടുംബവും 2022 ഒക്ടോബറിൽ അറസ്റ്റിലായി. 1 വർഷത്തോളം ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. PRD പൊട്ടിയ സമയത്ത് G&Gയിലെ നിക്ഷേപകർ പണത്തിനായി ഗോപാലകൃഷ്ണനെ സമീപിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ സ്ഥാപനം സുരക്ഷിതമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇയാൾക്കായി. ഇതിനു പുറമെ ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുവെന്ന് കാണിച്ച് നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ പണം തട്ടി. ജനുവരി അവസാന ആഴ്ചയാണ് ഇവർ കുടുംബസമേതം മുങ്ങിയത്. ഡിസംബർ വരെ നിക്ഷേപകർക്ക് പലിശ നൽകിയിരുന്നു. ഇതിനു മുൻപുള്ള മാസങ്ങളിൽ നിക്ഷേപം കാലാവധി പൂർത്തിയായവർ തുക മടക്കി കിട്ടുന്നതിന് ഉടമകളെ സമീപിച്ചിരുന്നു. ഇവരോട് ഫണ്ട് വരാനുണ്ട് എന്ന കാരണം പറഞ്ഞ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വാർത്ത പരന്നു. ഇതോടെ നിക്ഷേപകർ തെള്ളിയൂരിലെ ആസ്ഥാനത്ത് വന്ന് പണം മടക്കി ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നതോടെ ഉടമകൾ നിക്ഷേപകരുടെ യോഗം വിളിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്നും പണം പല ഘട്ടങ്ങളിലായി മടക്കി നൽകാമെന്നും ജനുവരി 13 ചേർന്ന യോഗത്തിൽ പറഞ്ഞു. നിക്ഷേപത്തിന്റെ 1% വെച്ച് 100 മാസം കൊണ്ട് മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് നിക്ഷേപകർ അംഗീകരിച്ചില്ല. തുടർന്ന് പ്രതിമാസം മുതലിന്റെ 2% വീതം തിരികെ നൽകാമെന്ന ധാരണയിൽ എത്തിച്ചേർന്നു. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഉടമകൾ 4 പേരും വീട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു.